പുരാതന പാരമ്പര്യങ്ങളും തീഷ്ണമായ ആത്മീയതയും സംഗമിക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശബരിമല ഭഗവാൻ അയ്യപ്പന് സമർപ്പിച്ചിരിക്കുന്ന പുണ്യ തീർത്ഥാടന കേന്ദ്രം. കാനനപാതകളിൽ തീർത്ഥാടകരുടെ കാൽപ്പാടുകളിലൂടെ പ്രതിധ്വനിക്കുന്ന അഗാധമായ വിശ്വാസത്തിന്റെ ലക്ഷ്യസ്ഥാനമായ ശബരിമലയിലെ ആ പടികൾ. ഞാൻ സംസാരിക്കുന്നത് ഭഗവാൻ അയ്യപ്പന്റെ ശ്രീകോവിലേക്കുള്ള പവിത്രമായ കയറ്റത്തെ പ്രതിനിധീകരിക്കുന്ന ഭൗതിക ലോകത്തെ ദൈവിക മണ്ഡലത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന ശബരിമലയിലെ 18-ാം പടിയെപ്പറ്റി. ശബരിമലയിലെ 18-ാം പടിയുടെ ഐതിഹ്യവും പ്രാധാന്യവും എന്ത്? ഈ 18 പടികൾ തീർത്ഥാടകരോട് എന്താണ് സംവദിക്കുന്നത്? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. ശബരിമല ശ്രീകോവിലേക്ക് നയിക്കുന്ന പവിത്രമായ 18 പടവുകളെയാണ് 18-ാം പടിയെന്ന് വിളിക്കുന്നത്. ശബരിമല ദർശനത്തിലെ ഏറ്റവും പ്രധാന ഘടകങ്ങളിലൊന്നാണ് 18-ാം പടി കയറുക എന്നുള്ളത്. ഓരോ അയ്യപ്പ ഭക്തനും സന്നിധാനം ദർശിക്കുന്നതിന് മുൻപ് പവിത്രമായ ഈ 18 പടികൾക്ക് മുകളിലൂടെ കാലടി വെക്കണമെന്നുള്ളതാണ് ആചാരം. തീർത്ഥാടകർ ഈ 18-ാം പടിയിലെ ആദ്യ പടിയിൽ വലതുകാൽ വെച്ചാണ് കയറ്റം തുടങ്ങുന്നത്. 41 ദിവസത്തെ വ്രതമനുഷ്ഠിക്കുന്നവർക്കും ഇരുമുടി തലയിൽ ചുമക്കുന്നവർക്കും മാത്രമേ 18-ാം പടി കയറുവാൻ അനുവാദമുള്ളൂ. ഈ പടികൾ 5 അടി നീളവും 9 ഇഞ്ച് ഉയരവും 9 ഇഞ്ച് വീതിയും ഉള്ളതാണ്. ശബരിമലയിലെ ആദ്യത്തെ 18-ാം പടി കരിങ്കല്ലിൽ തീർത്തതായിരുന്നു. എന്നാൽ ഈ പടികളിൽ നിരന്തരമായി നാളികേരം നേർച്ചയായി ഉടച്ചത് ഈ പടികൾക്ക് സാരമായ കേടുപാടുകൾ വരുത്തി. ക്ഷേത്രത്തിന്റെ നിലവിലെ ഭരണസമിതിയായ തിരുവിതാംകൂർ ദേവസ്വം ഒരു നീണ്ട ദേവപ്രശ്നത്തിന് ശേഷം ഈ പടികൾ പഞ്ചലോഹം കൊണ്ട് പൊതിഞ്ഞു. 1985 നവംബറിൽ ഈ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഇപ്പോൾ പവിത്രമായ ഈ 18-ാം പടി സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. 18 തൃപ്പടികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. എന്നാൽ അവയെല്ലാം 18 എന്ന സംഖ്യയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ഏറ്റവും പ്രചാരത്തിലിരിക്കുന്ന ഐതിഹ്യം അനുസരിച്ച് 18-ാം പടിയിലെ ആദ്യ 5 പടികൾ കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ത്വക്ക് എന്നീ 5 മനുഷ്യ ഇന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു. അടുത്ത 8 പടികൾ കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം, അസൂയ, ദംഭ എന്നീ അഷ്ടരാഗങ്ങളെ സൂചിപ്പിക്കുന്നു. അടുത്ത 3 പടികൾ സ്വത്വ, രജസ്, തമസ് എന്നീ ത്രിഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. അവസാനത്തെ 2 പടികൾ വിദ്യ, അവിദ്യ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം 41 ദിവസത്തെ വ്രതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്രതാനുഷ്ഠാനത്തിലൂടെ മേൽപ്പറഞ്ഞ ലൗകിക ബന്ധനങ്ങളെല്ലാം ത്യജിച്ചു മാത്രമേ ഒരാൾ ഇരുമുടിക്കെട്ടുണ്ടാക്കി അയ്യപ്പ സന്നിധിയിൽ പോവുകയുള്ളൂ. അതുകൊണ്ടാണ് 18 പടികൾ ഇരുമുടിക്കെട്ടുള്ളവർക്ക് മാത്രം ചവിട്ടുവാൻ അനുവാദം നൽകുന്നത്. ഈ 18 കാര്യങ്ങൾ പരിശീലിച്ച് അവർ അങ്ങനെ ഭഗവാനെ ദർശിക്കുന്നു. 18 പടികൾ ഭക്തിപൂർവം കയറിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ലോകവുമായി ശാരീരികമായും മാനസികമായും ബന്ധിപ്പിക്കുന്ന എല്ലാ ലൗകിക ബന്ധനങ്ങളിൽ നിന്നും പ്രതീകാത്മകമായി സ്വയം വേർപെടുത്തുന്നുവെന്ന് അനുമാനിക്കപ്പെടുന്നു. 18 പടികളുടെ പ്രാധാന്യത്തിന്റെ ഏറ്റവും പ്രചാരത്തിലുള്ള മറ്റ് ഐതിഹ്യങ്ങൾ ഇപ്രകാരമാണ്. അയ്യപ്പൻ 18 ആയുധങ്ങളുടെ അധിപനാണ്. ശബരിമലയിലെ ശ്രീകോവിലെ വിഗ്രഹത്തിൽ ലയിക്കുന്നതിന് മുൻപ് അയ്യപ്പൻ തന്റെ 18 ആയുധങ്ങൾ 18-ാം പടിയിലെ ഓരോ പടിയിലും സമർപ്പിച്ചു. അതുകൊണ്ട് ഈ 18 പടികൾ 18 ആയുധങ്ങളെ സൂചിപ്പിക്കുന്നു എന്നതാണ് ഒരൈതിഹ്യം. ശബരിമലയ്ക്ക് ചുറ്റുമുള്ള പൊന്നമ്പലമേട്, ഗൗഡൻമല, നാഗമല, സുന്ദരമല, കരിമല, മാതംഗമല, മയിലാടുംമല, ശ്രീപാദമല, തേവർമല, നിലയ്ക്കൽമല, തലപ്പാറമല, ചിറ്റമ്പലമല, ഗൽക്കിമല, പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല, ശബരിമല, നീലിമല എന്നീ 18 മലകളെയാണ് ഈ 18 പടികൾ സൂചിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരൈതിഹ്യം. ഈ 18 പടികൾ ഭൂമി, അഗ്നി, വായു, ആകാശം, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ജീവാത്മഭാവം എന്നിവയെ സൂചിപ്പിക്കുന്നു എന്നതാണ് പ്രചാരത്തിലുള്ള മറ്റൊരൈതിഹ്യം. പ്രപഞ്ചത്തിന്റെ ആത്മാവിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു സംഖ്യയായിട്ടാണ് ഭാരതീയ പാരമ്പര്യത്തിൽ 18-നെ കാണുന്നത്. വേദകാലഘട്ടം മുതൽ ഭാരതീയ സങ്കല്പത്തിൽ 18-നുള്ള പ്രാധാന്യം വ്യക്തമാണ്. ബ്രഹ്മാവ് സംരക്ഷണായുള്ള ആദ്യവേദത്തിൽ
18 അധ്യായങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് വേദവ്യാസൻ അതിനെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളായി തിരിച്ചു. ഓരോ വേദങ്ങളിലും 18 അധ്യായങ്ങളുണ്ട്. വേദവ്യാസൻ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും രചിച്ചു. ഭഗവത്ഗീതയിലും 18 അധ്യായങ്ങളാണുള്ളത്. 18 ദിവസം കൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചത്. ശബരിമലയിലെ 18-ാം പടിയിലെ 18 എന്ന സംഖ്യയുടെ പ്രാധാന്യം ഇവയെല്ലാമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് വിശ്വാസം. അയ്യപ്പനെ കാക്കുന്ന 18 മലദൈവങ്ങൾക്ക് തന്ത്രി മേൽശാന്തി നടത്തുന്ന ആചാരപരമായ പൂജയാണ് പടിപൂജ. പടികൾ മനോഹരമായ പൂക്കൾ കൊണ്ടും വിളക്കുകൾ കൊണ്ടും അലങ്കരിച്ച് തന്ത്രിയുടെ നേതൃത്വത്തിൽ ആരതി നടത്തിയാണ് ചടങ്ങുകൾ സമാപിക്കുന്നത്. ശബരിമലയിലേക്കുള്ള തീർത്ഥാടനം സമർപ്പണത്തിന്റെയും കീഴടങ്ങലിന്റെയും ആത്മപരിശോധനയുടെയും ഇഴകൾ നെയ്ത ഒരു വൈകാരിക യാത്രയാണ്. 18 പടികൾ കയറി ഒരു അയ്യപ്പ ഭക്തൻ താഴെയുള്ള ലോകത്തിന്റെ ഭാരങ്ങൾ ഉപേക്ഷിച്ച് ദൈവിക സാന്നിധ്യത്തിനു മുന്നിൽ നഗ്നനായി നിൽക്കുന്നു. ശ്രീകോവിലിന്റെ ശാന്തതയിൽ ധൂപവർഗത്തിന്റെ സുഗന്ധത്തിനും വിശുദ്ധ കീർത്തനങ്ങളുടെ പ്രതിധ്വനിക്കുമിടയിൽ പടികൾ കയറി ഭഗവാനെ ദർശിച്ച് ആ യാത്രയുടെ പ്രതിഫലനം ഓരോ തീർത്ഥാടകനും കണ്ടെത്തുന്നു. അതവരെ വൈകാരികമായി ഉത്തേജിപ്പിക്കുകയും ആത്മീകമായി ഉയർത്തുകയും ചെയ്യുന്നു. എല്ലാ വിശ്വാസങ്ങളും എല്ലാ തീർത്ഥാടനങ്ങളും ഒരു വിശ്വാസിയെ, ഒരു തീർത്ഥാടകനെ ലോകത്തിന്റെ ഭാരങ്ങൾ ഉപേക്ഷിച്ച് ദൈവിക ശാന്തതയെ ആശ്ലേഷിക്കുവാൻ സഹായിക്കട്ടെ. തത്വമസി, അത് നീയാകുന്നു എന്ന ബോധ്യം എല്ലാവരിലും ഉണ്ടാകട്ടെ. ആ പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. വി വെർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗുഡ് ബൈ.